ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വന്നതാണ്. ഇപ്പോൾ സമയം വൈകുന്നേരമായി. ഞാൻ ഉച്ചയ്ക്ക് തന്നെ കല്യാണത്തിന് പോയിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ജിമിക്ക് കമ്മലൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. എൻ്റെ കമ്മൽ കൊള്ളാമോ ഗൈസ്? ഞാനല്ലെങ്കിൽ വീട്ടിലൊന്നും ഇങ്ങനെയുള്ള ജിമിക്ക് കമ്മലൊന്നും ഇടത്തില്ല. ചിലപ്പോഴൊക്കെ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ ഇടും. അല്ലാതെ ഇങ്ങനെയുള്ള ജിമിക്ക് കമ്മലൊന്നും അധികമായിട്ട് അങ്ങനെ ഇടത്തില്ല. ഞാൻ പോയത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിനാണ്. ഞാൻ നിങ്ങളെയും ഒരു കല്യാണത്തിന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ കല്യാണത്തിന് ഒരുപാട് ആളും പേരൊന്നുമില്ല. വരനെയും കാണാൻ പറ്റില്ല. വധുവിനെ മാത്രമേ എൻ്റെ ഈ വീഡിയോയിലെ കല്യാണത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. വരനില്ലാതെ കല്യാണം നടക്കുമോ? അതോ ഈ പുള്ളിക്കാരത്തി കാണിക്കാത്തയാണോ വരനെ? അതോ ഇല്ലേ? ഇവന് വരൻ മാത്രമൊന്നുമല്ല, വേറെ ആരും. നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്തോ ഒരു ആൾക്കാരാ കല്യാണത്തിന് ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ഈ കല്യാണത്തിന് ആരും കാണുന്നില്ല. ഇവരെ മാത്രമേ കാണുന്നുള്ളൂ. ഇവരെയും കാണുന്നുണ്ട്, പിന്നെ ഇവരെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കാണുന്നുണ്ട്. അല്ലാതെ ഒരു മനുഷ്യരെയും ഇവരുടെ കല്യാണത്തിന് കാണുന്നില്ല. അപ്പൊ അത് കല്യാണം അല്ലേ? എന്തോ ആയാലും ഞാൻ നിങ്ങളെ അങ്ങോട്ട് മോഹിപ്പിക്കുന്നില്ല. നമുക്കാദ്യം കല്യാണം കാണാം ഗൈസ്, കല്യാണം കാണാം. കല്യാണ പെണ്ണ് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. കൊള്ളാല്ലേ? ആ കൂടെ വരുന്നത് അവരെ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. കല്യാണത്തിന് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളത് അറിയണ്ടേ? കല്യാണത്തിന് മുന്നേ തന്നെ അത് നമുക്കറിയാം. കല്യാണം കഴിഞ്ഞിട്ടല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇനി സമയം കിട്ടിയില്ലെങ്കിലും. അതുകൊണ്ട് കല്യാണത്തിന് മുന്നേ തന്നെ കല്യാണത്തിന് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി, എന്തൊക്കെ ജ്വല്ലറീസ് ആണ് എന്നൊക്കെ കാണണ്ടേ? അത് കഴിഞ്ഞിട്ടല്ലേ കല്യാണത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, നമുക്ക് കാണാം. ഗിഫ്റ്റാണ് ഓൾമോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ഇച്ചലിലുള്ള അമ്മായി തന്ന മോളാണ്. ഇതെൻ്റെ കോളേജിലെ എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഇത് അച്ഛൻ്റെ പെങ്ങൾ അമ്മായി തന്നെ വേറൊരു അമ്മായി തന്നത്. ഇത് ചെറിയമ്മ തന്നത്. ആൻഡ് ഇത് എൻഗേജ്മെൻറ്റിൻ്റെ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചതാണ്, ഡയമണ്ടാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നു വിചാരിച്ചാൽ എനിക്ക് തള്ളാൻ എനിക്ക് ഇഷ്ടമില്ല. ഇതെല്ലാം ഞാൻ ക്ലാസ് ഞാൻ ചുറ്റിലുള്ള അമ്മായി, അങ്ങ് കാഠ്മണ്ഡിലുള്ള അമ്മാവനും, പിന്നെ നമ്മുടെ അമേരിക്കയിലുള്ള എൻ്റെ കസിൻസും, പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ തന്നതാണെന്നാണ് പറഞ്ഞത്. മനുഷ്യനെ അങ്ങ് വെറുതെ പറഞ്ഞങ്ങ് മോഹിപ്പിച്ചു കളഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇത്രയും റിലേറ്റീവ്സ് ഒക്കെ ഇറ്റലിയിലും ഫോറിൻ കൺട്രീസുകളിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവസാനം അല്ലേ അറിഞ്ഞത്, ആരും ഇല്ല, എങ്ങും ഇല്ല. പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളാണ് ഇതെല്ലാം. ട്രഡീഷണലാണ് മാലകളൊക്കെ. ഇത് കാശിയല്ലേ? കാശിമാല, കാശി, മുല്ലമുട്ട്, പാലയ്ക്ക, ഇത് മാങ്ങ. കുടുംബ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളാണ് ഇതെല്ലാം. കുടുംബ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കള് തലമുറകളായിട്ട് സ്ത്രീകൾക്ക് കൈമാറും. അങ്ങനെ ഞാനും ഒരു സ്ത്രീ അല്ലേ, അപ്പോൾ എനിക്കത് കിട്ടിയതാണ്. തലമുറയായിട്ട് ഇങ്ങനെ കൈമാറി വന്ന കാശിമാല, മുല്ലമുട്ടമാല, മാങ്ങാമാല, പാലയ്ക്കാമാല, അതൊക്കെയാണ് ഗൈസ്. നേരത്തെ ഒരു ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ് കള്ളിപ്പിച്ച ആൾക്കാരാ. ഇപ്പൊ ഇതും അത് കണക്കൊക്കെ തന്നെ. ഏതോ ഒരു കടയിലിരുന്ന ഓൾഡ് ജ്വല്ലറീസ് ആണ്. കല്യാണത്തിന് പയ്യനെ കാണിക്കുന്നില്ല, കല്യാണത്തിന് ആൾക്കാരൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ഈ രീതിയിൽ ഒരുങ്ങുന്നത്? പെണ്ണാവാൻ ഒരാഗ്രഹം തോന്നി പെണ്ണായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ പെണ്ണുങ്ങളാരും ശരീരം ഒന്നും കാണിച്ചില്ലെങ്കിലും അവർ കുറച്ച് ശരീരമൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കല്യാണ പെണ്ണായി ഒരുങ്ങാനുള്ള ഒരു ആഗ്രഹവും കൂടെ ഉണ്ട്. അങ്ങനെ ഒരുങ്ങിയതായിരിക്കും ചിലപ്പം. അതുകൊണ്ടായിരിക്കും ചെക്കനെ കാണിക്കാത്തതും കല്യാണത്തിന്റെ ആൾക്കാരെ കാണിക്കാത്തതും കല്യാണം ഒന്നും കാണിക്കാത്തത്. ജസ്റ്റ് ഒരുങ്ങുന്നതും പിന്നെ ഇങ്ങനെ നടക്കുന്നതും ഒക്കെ കാണിക്കുന്നുള്ളൂ. നമുക്ക് കാണാം. അറിയില്ല, ഭയങ്കര ഉള്ളിന്നൊരു വിഷമം. ഞാൻ ഹാപ്പിയാണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് കേട്ടോ നിങ്ങൾ കേട്ടോ, ഉള്ളീന്ന് വരുന്ന വിഷമമാണ്. മുളകീന്നല്ല, പൊട്ടറ്റോയിന്നല്ല, തക്കാളിക്കെന്നല്ല, ഉള്ളീന്ന് വരുന്ന വിഷമമാണ്. അപ്പൊ ഉള്ളീന്ന് വരുന്ന വിഷമാകുമ്പോ അത് എന്തൊരു വിഷമായിരിക്കും? കേക്കാം. അതെന്തിനാണോ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്കറിയില്ല. ഈ ഒരു ലുക്കിലായിരിക്കാം ഞാൻ ആഗ്രഹിച്ച കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഈ കല്യാണത്തിനായിട്ട് ഒരുങ്ങുന്നത്. ചിലപ്പോൾ അത് ഫുള്ള് കഴിഞ്ഞില്ലെങ്കിലും പകുതി കെട്ടി സാരി കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചൊന്ന് കഴിക്കണം. ലാസ്റ്റിൽ പറഞ്ഞത് കേട്ടാ? ഫുള്ള് കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ സാരിയെ കൊടുത്ത് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയപ്പോ ഉള്ളീന്നൊരു വിഷമായിരുന്നു. യോ, ഇനി ഞാൻ ഉള്ളീന്ന് വന്ന വിഷമാണേ, മുളകിന്നല്ല. ഞാൻ ഇങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി, ഇനി കല്യാണമൊന്നുമില്ല, ചെക്കനെ കാണിക്കാൻ പറ്റൂല, ആൾക്കാരൊന്നും വന്നില്ല, ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഉള്ളീന്ന് വന്ന വിഷമം വന്നത്. ഓക്കെ, കല്യാണം കഴിഞ്ഞാ ഒരു കയ്യിലൊരു തുളസിമാലയായിട്ടൊക്കെ വരുന്നു. ഒറ്റയ്ക്കേ ഉള്ളോ? ആരുമില്ലേ? കല്യാണം ആര് മാല ഇട്ട് തന്നത്? അതൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ കല്യാണ ചെക്കനെ എങ്ങനെ കിട്ടിയതാണെന്ന് അറിയണ്ടേ?
അതൊരു വലിയൊരു കഥയാണ് ഗൈസ്, കഥയാണ്. നിങ്ങൾക്ക് കേൾക്കണോ കഥ? എൻ്റെ ആദ്യത്തെ കല്യാണം മുടങ്ങിപ്പോയ ആ കഥ ഞാൻ ഇവിടെ പറയുകയാണ് ഗൈസ്, പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എന്തോ ട്രിവാൻഡ്രത്തിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് 2022 തോന്നുന്നു ന്യൂ ഇയറിൻ്റെ അന്ന് ജനുവരി 1 തീയതി ഞാൻ എൻ്റെ ചെറിയൊരു മാല ഉണ്ടായിരുന്നു. ആ മാല ഞാൻ പണയം വെച്ചിട്ട് ഞാൻ ട്രാവലർ വിളിച്ച് എൻ്റെ ഫാമിലി മൊത്തം, അതായത് എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഫാമിലിക്കാരെല്ലാവരും ഞാൻ ട്രാവലറിൽ ഒതുക്കിയിട്ട് ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടി ചെക്കൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവിടെ ചെന്നു, ചെക്കൻ്റെ വീട് കണ്ടു, ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. അത് പിന്നെ എന്തോ ഒരു സാഹചര്യത്തിൽ അത് മുടങ്ങിപ്പോയി. റീസൺ എനിക്ക് പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മുടങ്ങിയപ്പോൾ ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു പാരമ്പര്യമായിട്ട് പാലക്കാമാല, മാങ്ങാമാല, മുല്ലമുട്ടുമാല, പിന്നെ പല മാലകളും ഒക്കെ പാരമ്പര്യമായിട്ട് ഇത്രയും സ്വത്തും ഒക്കെ എനിക്ക് കിട്ടിയ കുടുംബത്തിലുള്ള ആളാണ് ഞാൻ. എന്നിട്ട് എന്തിനാണ് ചെറിയൊരു മാല പണയം വെച്ച് ട്രാവൽ വിളിച്ച് എല്ലാവരെയും കൊണ്ടുപോയത്? ആ പാരമ്പര്യമായിട്ട് ഇത്രയും സ്വത്തുക്കൾ തലമുറകളായിട്ട് കൈമാറി വരുന്ന പാരമ്പര്യ സ്വത്തുക്കളുള്ള കുടുംബത്തിലെ അംഗമല്ലേ? പിന്നെ ഒരു മാല പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റിട്ട് ഒരു ട്രാവൽ വിളിച്ച് ആൾക്കാരെ കൊണ്ടുപോകേണ്ടി വന്ന ഒരു ഗതികേട്, അതും ന്യൂ ഇയറിൻ്റെ അന്ന്. ഓർക്കണം, ന്യൂ ഇയറിൻ്റെ അന്ന്. കഷ്ടം. ആ ഒരു ഗതികേട് നിങ്ങളൊന്ന് കേൾക്കണം. ബാക്കി കേൾക്കാം. അത് പിന്നെ എന്തോ ഒരു സാഹചര്യത്തിൽ തുടങ്ങിപ്പോയി. റീസൺ എനിക്ക് പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മുടങ്ങിയപ്പോൾ ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എന്തോ ട്രിവാൻഡ്രത്തിൽ പോകും, എന്തോ ഒരു സാഹചര്യത്തിൽ അതങ്ങ് മുടങ്ങിപ്പോയി. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ആ സാഹചര്യം എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ വീഡിയോസൊക്കെ പിന്നീടായിരിക്കും ആ പയ്യനും പയ്യൻ്റെ വീട്ടുകാരും ഒക്കെ കണ്ടതെന്ന് തോന്നുന്നുണ്ട്. അതോ ഇനി ഞാനങ്ങ് പെണ്ണാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയത്. പിന്നീട് ആർക്കും ആ പയ്യനും ആ പയ്യൻ്റെ വീട്ടുകാർക്കും മനസ്സിലായത് ഇവർ പെണ്ണല്ല, പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കുന്ന ഒരാണാണെന്ന്. അതുകൊണ്ടായിരിക്കും മുടങ്ങിപ്പോയത്. എന്തോ അറിയില്ല. ഇപ്പം പറയുന്നു അതെനിക്ക് പറയാൻ താല്പര്യമല്ല എന്ന്. അതുകൊണ്ട് ഞാൻ എന്നെ ഊഹിച്ച് പറഞ്ഞു. അതായിരിക്കും ശരി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് തന്നെ ആയിരിക്കത്തില്ലേ സത്യം? അതല്ലാതെ പിന്നെ എന്താണ്? ഒന്നുകിൽ അവരുടെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഇളകി ആടുന്നതും പിന്നെ ഒരു വയറ് ഇങ്ങനെ ഇട്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അത് പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്തോ, ബാപ്പരെ, അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടത് പിന്നീടായിരിക്കും. അതായിരിക്കും ഒരു കാരണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ പെണ്ണല്ലാന്ന് പിന്നീട് അറിഞ്ഞിട്ടുണ്ടാവും. ഇവർ പെണ്ണാന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഇവർ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടപ്പം സ്വയം അതൊന്നും അല്ല, സ്വയം നയൻതാരയാണെന്ന് പറഞ്ഞാൽ അവർ നടക്കുന്നത്. നയൻതാരയെ കൂട്ട് വേഷം ധരിക്കുന്നു. നയൻതാരയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു മറുകൊണ്ട് ആ മറുക് കൃത്രിമമായിട്ട് വെച്ച് ഒട്ടിക്കുന്നു. അങ്ങനെയൊക്കെ നയൻതാരയാണെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. നയൻതാര ഇടുന്ന ഡ്രസ്സ് ഇടത്തുള്ളൂ. നയൻതാര ഇട്ടിട്ട് കൊടുക്കുമായിരിക്കും. അതോ ഇനി അത് കണക്കുള്ള ഡ്രസ്സ് എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കുന്നോ എന്തോ. നയൻതാര ഇടുന്ന നമുക്കുള്ള ഡ്രസ്സ് ഇടത്തുള്ളൂ. നയൻതാര നടക്കുന്നത് കണക്കെ നടക്കത്തുള്ളൂ. നയൻതാര കല്യാണം കഴിച്ച കണക്കാണോ കല്യാണം കഴിക്കുന്നത്? പിന്നെ നയൻതാര ഇങ്ങനെ ബോഡിയൊന്നും കാണിച്ചും ഒന്നും ഇങ്ങനൊന്നും മഥാലസിയായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. പിന്നെ ഇവരെന്തിനാ അങ്ങനെ നടക്കുന്നത്? നയൻതാരയാണ് അനുകരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തോ. ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? കഴിച്ചില്ലേ? താങ്ക് യു സോ മച്ച്. ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബാക്കിൽ കണ്ടോ? ഒരു കല്യാണ പെണ്ണ് വരുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. തുളസിമാലയൊക്കെ കൈയിരിക്കുന്നു, ചുറ്റിനും ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവരുടെ കൂടെ ആരും കണ്ടില്ല. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അതെന്താണ്? കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും ആൾക്കാർ കാണും. ഒരു കല്യാണ പെണ്ണിന്റെ കൂടെ എന്തോരം ആൾക്കാർ കാണും. ആരും കണ്ടില്ലെങ്കിലും കല്യാണം കഴിച്ച അല്ലെങ്കിൽ താലി കെട്ടിയ ചെറുക്കൻ കൂടെ കാണുമോ? അതെങ്കിലും കാണും. ഇത് അതും ഇല്ലെന്നേ. പിന്നെ എന്തുവാന്നോ എന്തോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഭക്ഷണമൊക്കെ കഴിച്ചോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കഴിച്ചെന്ന് പറഞ്ഞു. നിങ്ങളും കഴിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. ഭയങ്കര ഹാപ്പിയാണ്. നോക്കും, എൻ്റെ കണ്ണനെ നോക്കി നിൽക്കണൊക്കെ എന്നെ. എൻ്റെ കണ്ണനെ ആരാധിച്ച് മൂത്ത് പ്രാന്തായോ. അങ്ങോട്ട് നോക്കൂ, കണ്ണൻ എന്നെ നോക്കി നിൽക്കുന്നു. ആരാധിച്ച് ആരാധന മൂത്ത് പ്രാന്തായെന്ന്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്, പ്രാന്തായെന്ന്. പക്ഷെ അത് ആരാധന മൂത്തിട്ടൊന്നും അല്ല. എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് കാറിൽ കയറുന്നു. ടാറ്റ പറഞ്ഞപ്പോൾ യാത്ര അയക്കാൻ കൂടെ ആരുമില്ല. കാറിൽ കയറിയപ്പോൾ പോലും വരനെ കാണുന്നില്ല. ആ ഡ്രൈവർ ആരാ? ഇനി പയ്യനായിരിക്കുമോ? കല്യാണം കഴിച്ച പയ്യനായിരിക്കുമോ കാർ ഓട്ടിക്കുന്നത്? ഇനി പയ്യനാണോ കളവനാണോ ആരാണോ എന്തോ ഒന്നും അറിയാൻ വയ്യ. ഇനി ഉണ്ടോ അങ്ങനെ ഒരാൾ? ഒന്നും അറിയത്തില്ല. ആരെയും ഇതുവരേക്കും കാണിച്ചിട്ടില്ല. കല്യാണ കാറിൽ കയറുമ്പോൾ പോലും ഒരു മനുഷ്യരും കൂടെ ഇല്ല. യാത്ര അയക്കാൻ പോലും ഒരു മനുഷ്യരും ഇല്ല. എന്താണോ എന്തോ. കുട്ടികളെന്നുള്ള സ്വപ്നം അതുണ്ട്, ഇല്ലാന്നല്ല. അതുതന്നെയാണ്, അഡോപ്ഷൻ തന്നെയാണ് ഓപ്ഷണലായിട്ട് കിടക്കുന്നത്. നമുക്ക് എന്തായാലും ഞാൻ അഡോപ്റ്റ് ചെയ്യും. കുട്ടികളെ നയൻതാരെ പോയി 2 ഉണ്ടെങ്കിലും
ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴല്ല, 2 വർഷം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി സെറ്റിൽ ആവാനാണ്. അപ്പോൾ ഞാൻ സെറ്റിലായ എന്തായാലും അഡോപ്റ്റ് ചെയ്യും. നമ്മുടെ നയൻതാര 2 കുട്ടികളെ അഡോപ്റ്റ് അല്ലേ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 അഡോപ്റ്റ് ചെയ്യുന്നില്ല. നയൻതാരയെ കൂട്ട് നയൻതാരയെ അനുകരിച്ചാണല്ലോ ഞാൻ ജീവിക്കണത്. അപ്പൊ നയൻതാര 2 കൊച്ചുങ്ങളെ അഡോപ്റ്റ് ചെയ്തു. ഞാൻ 2 കൊച്ചുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒരൊറ്റ കൊച്ചിനെ മാത്രമേ അഡോപ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം പറഞ്ഞുതരാം, എന്നിട്ട് ഇതിന്റെ ബാക്കി നമുക്ക് സംസാരിക്കാം. പ്രസവിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല, പക്ഷെ അത് ആഗ്രഹമുണ്ട്. ആയിട്ടുണ്ടല്ലോ, എന്താണ് നയൻസിനെ കൂട്ട് അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കൊച്ചിനെ. ഇനി ഞാൻ പറയണ്ടല്ലോ, കേട്ടില്ലേ? നമ്മുടെ ഈ നയൻസ് തന്നെ പറഞ്ഞില്ലേ, ദീപ്തി ചേച്ചി പറഞ്ഞില്ലേ, എനിക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനോ അറിയത്തില്ല. നല്ല കാര്യം. അത് സമ്മതിച്ചല്ലോ. അല്ലെങ്കിൽ ഇനിയിപ്പം ഇല്ല ജാസിയാണ്ട വെച്ച് കെട്ടിക്കൊണ്ട് കടന്നണക്ക് ഞാൻ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ നടന്നേനെ. എന്തായാലും ഞാൻ അഡോപ്റ്റ് ചെയ്യും. കുട്ടികളെ നയൻതാരപ്പോൾ 2 ഉണ്ടെങ്കിലും ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോഴല്ല, 2 വർഷം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി സെറ്റിൽ ആവാനാണ്. നയൻതാര ചെയ്തത് കൂട്ട് അഡോപ്ഷൻ തന്നെയാണ് എന്റെ പരിപാടി. പക്ഷേ ഞാൻ 2 എടുക്കുന്നില്ല, 1 മാത്രമേ അഡോപ്റ്റ് ചെയ്യുന്നുള്ളൂ. നയൻസ് 2 അഡോപ്ഷൻ ചെയ്തു, ഞാൻ 1 അഡോപ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്, ഞാൻ കുറച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയത് വെച്ചിട്ട്, ട്രാൻസ്ജെൻഡേഴ്സിന് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനുള്ള നിയമം നമ്മുടെ ഇന്ത്യയിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു എളിയ അറിവ്. ചെറിയ അറിവാണേ, ഇനി വലിയ അറിവിൽ ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ദീപ്തി ചേച്ചി ട്രാൻസ്ജെൻഡർ അല്ലേ, അവരപ്പോൾ എങ്ങനെ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യും? നിങ്ങൾ പറയൂ ഗൈസ്, എനിക്കറിയില്ല. എൻ്റെ അറിവ് വെച്ചിട്ട് ഇങ്ങനെയാണ് എൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയത്. അത് അഡോപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ആ ഒരു നിയമം ഇല്ല. ഇനി ഇവരിനി നിയമമൊക്കെ പൊളിച്ചടിക്കാൻ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എന്തോ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഞാനും ഒരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ഒരു കല്യാണത്തിന്റെ വീഡിയോ കാണാം, എൻ്റെ കല്യാണത്തിന്റെ വീഡിയോ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങി. വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആ നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. കല്യാണ പെണ്ണിനെ ഒരുക്കിയ ആൾക്കാരും പിന്നെ 2-3 ക്യാമറാമാന്മാരും മാത്രമേ കല്യാണത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു കല്യാണമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കയ്യിലൊരു തുളസിമാലയും കൊണ്ടൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അതിനിപ്പോ ദീപ്തി ചേച്ചിയോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കല്യാണ പയ്യനെ പോലും കാണിച്ചിട്ടില്ല. പയ്യനുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ കല്യാണത്തിന് നിരാശയായി മടങ്ങേണ്ടി വന്നു. കല്യാണം കാണാൻ പറ്റിയില്ല. പിന്നെ അറ്റ്ലീസ്റ്റ് സദ്യയെങ്കിലും കഴിക്കാമെന്ന് വെച്ചു, അല്ലെങ്കിൽ ആ സദ്യ കഴിക്കുന്നതെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. അതും നടന്നില്ല, ഒന്നും നടന്നില്ല. എന്നാൽ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കല്യാണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ വീഡിയോ ഒന്ന് കാണാം. ഞാൻ അതിലെങ്കിലും ആ പയ്യനെ കാണിക്കുമോ എന്നൊന്ന് അറിയണം. തെക്കോട്ടറക്കത്തിലാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഒരു 5 മണിയാകുമ്പോഴേക്കും ഇവിടെ പ്രത്യേകം നിൽക്കാൻ പറ്റുന്നില്ല, ചൂട് കൊണ്ട്. സോ ഒരു 5 മണിയാകുമ്പോഴേക്കും നമുക്ക് കുടമാറ്റം കാണാം. അത് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിലില്ലാതെ നമ്മുടെ സഹോദരങ്ങൾ, കുറച്ച് പേര് സഹോദരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് എന്താ പറയാൻ മിസ്സായി പോയിരുന്നു. സോ അപ്പൊ അതിന്റെ വിഷമമുണ്ട്. എന്നിരുന്നാലും വർഷം വരുന്ന ഈ ഒരു പൂരം കാണാൻ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് ഇവിടെ കുടമാറ്റം കാണാൻ ഞാനുണ്ടാവാം. സോ അവിടെ നോക്കി ക്രൗഡ് നോക്കൂ. യെസ്, അപ്പം നമ്മുടെ വീട്ടിൽ പോയ സഹോദരങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ അവരെ എന്താ പറയാ ആദരാഞ്ജലികൾ. മനസ്സിലൊക്കെ വിഷമമുണ്ട്, എല്ലാവർക്കും ആദരാഞ്ജലികൾ. ഓക്കെ, പറയാനങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, എൻ്റെ വകയായിട്ടും തൃശ്ശൂരിൽ പടക്ക കമ്പനിയിൽ തീപിടിച്ച് മരിച്ചുപോയ ആൾക്കാർക്ക് ആദരാഞ്ജലികൾ. ഓക്കെ, അവർക്കിടെയൊക്കെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ, നമുക്കും പ്രാർത്ഥിക്കാം. ഇന്നിപ്പോൾ തൃശ്ശൂർ പൂരം തുടങ്ങി. അപ്പോൾ നമ്മുടെ ചേച്ചി രാവിലെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം കാണാൻ വന്നിരിക്കുകയാണ്. ഇതിലെങ്കിലും പയ്യനെ കൂടെ കാണിക്കും, ഹസ്ബൻഡിനെ കൂടെ കൊണ്ട് നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സിന്ദൂരമൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടൊക്കെയാണ്, ഒരു കേരളീയ വേഷത്തിലേക്കാണ് അമ്പല ദർശനത്തിന് പോകുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. അങ്ങനെ ചേച്ചി രാവിലെ വന്നിരിക്കുകയാണ് കുടമാറ്റം കാണാനായിട്ട്. ഭയങ്കര ഹീറ്റാണ് ഗൈസ്, ഭയങ്കര ഹീറ്റാണ്, സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാനിതിലെ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പയ്യന്റെ മുഖം ഇങ്ങനെ മറച്ചിട്ട് ഒരാൾ കൂടെ നിൽക്കുന്നതായിട്ട്, ഇങ്ങനെ ഇതേ കണക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, അതായത് ഇവരുടെ മാച്ചിങ്, ഇവരിട്ടിരിക്കുന്ന സെറ്റ് മുണ്ടും ബ്ലൗസിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട് ഒരു പയ്യനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ മുഖം മറിച്ചിട്ടാണ്, മുഖത്തിന് ഒരു ലവിന്റെ ചിഹ്നം കൊടുത്തിട്ടാണ് ആ ഫോട്ടോ ഇട്ടേക്കുന്നത്. അത് പയ്യനാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാനിപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കത്തില്ല, അവർ തന്നെ കാണിക്കട്ടെ അവരുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോസുകൾ. അത് കഴിഞ്ഞിട്ട് ഞാനും കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിനെക്കുറിച്ച്, ഇവരുടെ കല്യാണത്തിന് പോയ കഥയെക്കുറിച്ച്, അപ്പം നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും ഈ ഒരു കല്യാണ വീഡിയോ കാണാനായിട്ട് വന്നതെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാണ്
ചെയ്തതാണ്. പക്ഷേ കുളമായി പോയി ഗൈസ്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ കല്യാണം കാണാൻ പറ്റിയില്ല, എന്നാൽ കല്യാണം കഴിക്കുന്ന സദ്യ കാണാൻ പറ്റില്ല, കല്യാണത്തിന് കൂടിയ ബന്ധുക്കളെ കാണാൻ പറ്റിയില്ല, കല്യാണത്തിന് ആരൊക്കെ പങ്കെടുത്തു എന്നും കാണാൻ പറ്റിയില്ല. ആ ഒരു നിരാശയുണ്ട്. എന്നാലും പോട്ടെ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കല്യാണ വീഡിയോയെ പറ്റിയെന്ന് പറയും. അപ്പം നമുക്ക് നാളെ കാണാം.